നമ്മളെല്ലാവരും നമ്മളുടെ ഫോണിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ്. ചിലർ ഫോണിൽ 2-3 വാട്സാപ്പ് വരെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വാട്സാപ്പിന്റെ 1-2 പുതിയ അപ്ഡേറ്റും കുറച്ച് ട്രിക്കുകളുമാണ്. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോ സ്റ്റാറ്റസ്, ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഫോട്ടോയിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിപ്പോകുന്നതുകൊണ്ട് നമുക്കത് വായിക്കാൻ പറ്റാറില്ല. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കും. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഇടയ്ക്ക് വെച്ചൊന്ന് പോസ് ചെയ്ത് നിർത്തണമെങ്കിൽ നമ്മളത് സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്തൊക്കെ വേണം ചെയ്യാൻ വേണ്ടി. അപ്പം വാട്സാപ്പ് പുതിയതായിട്ട് ഒരു അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ 3 പേരിൽ വെച്ച് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഇരുന്ന് ടച്ച് ചെയ്താൽ, സ്റ്റാറ്റസ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പോസ് ആയിട്ട് നിൽക്കും. വീണ്ടും ഒന്നുകൂടി ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ആകും. നല്ല അപ്ഡേറ്റ്സ് അല്ലേ? അതുപോലെ തന്നെ ബീറ്റ വേർഷനിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മളുടെ പ്രൈവസി അത് കാത്തു സൂക്ഷിക്കുന്നവരാണ്. വാട്സാപ്പിൽ സെറ്റിംഗ്സിൽ പ്രൈവസി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 3 ഓപ്ഷനാണ് ഉള്ളത്. പുതിയൊരു അപ്ഡേറ്റുകൾ വന്നപ്പോൾ അതിലൊരു 4ാമത്തെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളവരെ മാത്രം നമ്മളുടെ ലാസ്റ്റ് സീൻ കാണിക്കാൻ പറ്റും. അതായത് നമുക്ക് ആവശ്യമില്ല, ആരെങ്കിലും നമുക്ക് ലാസ്റ്റ് സീൻ കാണണ്ട എന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് അതിൻ്റെ അകത്ത് ഒഴിവാക്കാം. ലാസ്റ്റ് സീൻ കാണേണ്ടവരെ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണേണ്ടവരെ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു 2 അപ്ഡേറ്റ് വാട്സാപ്പ് പുതിയതായിട്ട് ഇറക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യാനായിട്ട് 2-3 തരത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ചാറ്റ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇൻഡിവിജ്വലോ ഗ്രൂപ്പോ ഏതെങ്കിലും ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്റ്റാർ ഇട്ട് കൊടുക്കുന്നു. സ്റ്റാർ ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും അവസാനം ഒരു സ്റ്റാർ കൊടുക്കണം. സ്റ്റാർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബോൾഡ് ആകും. നമ്മൾ അടുത്തതായിട്ട് ഒരു അണ്ടർസ്ക്വയർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും ഒരു അണ്ടർസ്ക്വയർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് ഇറ്റാലിക് മോഡിലേക്ക് മാറുന്നു. നമ്മൾ അത് കഴിയുമ്പോൾ ഒരു ടൈഡ് സിമ്പിൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും എഴുതുന്നു. അവസാനം ആ സിമ്പിൾ തന്നെ ഒന്നുകൂടെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഒരു വെട്ട് വരുന്നത് കാണാം. നമ്മളെ ആരെങ്കിലുമൊക്കെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ അവർക്കൊരു മെസ്സേജ് അയക്കും. ഡെലിവർ ആയിട്ടില്ല എങ്കിൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഡെലിവർ ആയെങ്കിൽ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പക്ഷേ മെസ്സേജ് അയച്ചു നോക്കാതെ എങ്ങനെയാണ് ബ്ലോക്ക് ആണോ അല്ലയോ എന്നറിയാൻ പറ്റും. പ്രൊഫൈൽ ഫോട്ടോ കാണാത്തത്, ലാസ്റ്റ് സീൻ കാണാത്തത് അത് അവർ ഓഫ് ചെയ്തിട്ടേക്കുന്നതാകാം. അല്ലാതെ അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം? അത് നമുക്കൊരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നോക്കാം. ഇനി ആരെങ്കിലും നമ്മളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഞാനൊരു ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ വേണ്ടി അത് സെലക്ട് ചെയ്യുന്നു. അതിലേക്ക് നമുക്ക് ഏത് നമ്പറാണ് ബ്ലോക്ക് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയുള്ളത്, ആ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. ഞാനിവിടെ ചെക്ക് ചെയ്യേണ്ട നമ്പർ സെർച്ച് ചെയ്ത് എടുക്കുന്നു. ഏത് നമ്പറാണ് വേണ്ടത് അത് സെർച്ച് ചെയ്തൊന്ന് എടുക്കുക. എന്നിട്ടത് ആഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. എന്നിട്ട് ആ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും, കുഡ് നോട്ട് ആഡ് എന്ന് പറഞ്ഞ ആ നമ്പറും അല്ലെങ്കിൽ ആ പേര് വരും. അപ്പം നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്ന്. നമ്മൾക്ക് എപ്പോഴും ആഗ്രഹമുണ്ടായിരിക്കും ചിലരൊക്കെ നമ്മളുടെ നമ്പർ അവരുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. അതെങ്ങനെ അറിയും? അതറിയാൻ വേണ്ടി ഒരു ടെക്നിക്കുണ്ട്. അതെങ്ങനെയാണ് എന്നത് നമുക്ക് അത് വാട്സാപ്പിന്റെ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. അപ്പോൾ ആൾക്കാർ നമ്മളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. 3 ഡോട്ട് പ്രസ് ചെയ്യുന്നു. ന്യൂ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. 2 നമ്പർ ഉണ്ടെങ്കിലേ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഏത് നമ്പറാണോ സെർച്ച് ചെയ്യേണ്ടത് ആ നമ്പർ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നു. രണ്ടാമത് എൻ്റെ തന്നെ വേറൊരു നമ്പർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. 2 നമ്പറെ ഉള്ളെങ്കിലേ ഉള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളത് കൊണ്ട് എൻ്റെ വേറൊരു നമ്പറോട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ അതിലേക്ക് സെൻഡ് ചെയ്യുകയാണ്. ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് അതിലേക്ക് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിൽ ഈ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളുടെ ആ നമ്പർ ഏത് നമ്പറാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്തെടുത്ത് സെർച്ച് ചെയ്യുന്നു. അവിടെ നമുക്ക് ഒരു ടിക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് മറ്റേ ആഡ് ചെയ്ത നമ്പറിലേക്ക് കൂടി ഒന്ന് പോകാം. ആ നമ്പർ നമ്മൾ സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഡബിൾ ടിക്ക് വന്നിട്ടുണ്ട്.
ആദ്യത്തെ നമ്പർ സിംഗിൾ ടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ബ്രോഡ്കാസ്റ്റ് വഴി നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആൾക്ക് കിട്ടണമെങ്കിൽ ആൾ നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇദ്ദേഹം നമ്മുടെ നമ്പർ സേവ് ചെയ്യാത്തത് കൊണ്ട് ഒരു സിംഗിൾ ടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന് മെസ്സേജ് കിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. എങ്ങനെയുണ്ട് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേറ്റും കുറച്ച് ട്രിക്കുകളും? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് സഹായിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.